നമസ്കാരം. ഓണം ഈസ് നോട്ട് ജസ്റ്റ് എ സെലിബ്രേഷൻ. ഇറ്റ്സ് എ റിമൈൻഡർ ടു ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. ഓണം ഒരു ആഘോഷം മാത്രമല്ല, ഒരു ഉത്സവം മാത്രമല്ല, അത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സന്തോഷവുമല്ല. പലപ്പോഴും നമ്മൾ ഓണം ഗംഭീരമായി ആഘോഷിക്കും. നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഏറ്റവും വിജയമാക്കുവാൻ ശ്രമിക്കും. പക്ഷെ ഓണം ഒരു ദിവസം കൊണ്ട് തീരുന്നതാണോ? മഹാബലി ഒരു ദിവസം മാത്രമേ വരുന്നുള്ളൂ? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓണത്തിൻ്റെ സദ്യ കഴിയുന്നു, എല്ലാ പുതുവസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്നു, എല്ലാവരും സന്തോഷമാവുന്നു, ഊഞ്ഞാലാടുന്നു, പലതരം വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, ഓണപ്പാട്ടുകൾ പാടുന്നു. ഇവിടെ കൊണ്ടൊക്കെ ഓണം തീർന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ഓണത്തിന് അല്ലെ ഇന്നലത്തെ ഓണം കഴിഞ്ഞ് ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ ആരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം പകർന്നിട്ടുണ്ട്, എനിക്കൊരാളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ പ്രയാസം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളോടൊപ്പം അയാളുടെ വേദനയുള്ള പ്രതിസന്ധിയുള്ള സമയത്ത് അയാളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവർക്ക് നൽകുന്ന സമ്മാനമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓണം. നമ്മളുടെ ഓട്ടങ്ങൾക്കിടയിൽ, തിരക്കുകൾക്കിടയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാബലി വരുന്നു എന്ന വിശ്വാസത്തിൽ, മാവേലി തമ്പുരാൻ വരുന്നു എന്ന വിശ്വാസത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിതം മാറുകയാണ്. പക്ഷെ അങ്ങനെ ആവരുത്. എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിലൊരു ഓണം വേണം. ആ ഓണത്തിന് സദ്യയും പായസവും എല്ലാവിധ പുതുവസ്ത്രങ്ങളും എല്ലാ ആഘോഷങ്ങളും മാത്രമാവരുത്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ, മറ്റുള്ളവരുടെ മനസ്സിൻ്റെ വേദന കാണുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉള്ള മനസ്സ് ഓണത്തിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും വലിയ സന്ദേശം, മഹാബലി ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടെ മുന്നോട്ട് പോയിരുന്നു. അങ്ങനെയുള്ള ഒരു നല്ല കാലം കണ്ട് അസൂയ അല്ലെങ്കിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് പാതാളത്തിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ നമ്മളുടെ ഓരോ ഓണം കഴിയുമ്പോഴും നമ്മളും പാതാളത്തിലേക്ക് പോവുകയാണ്. വീണ്ടും നമ്മുടെ പഴയ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. മറ്റുള്ളവരെ ഒന്നും സഹായിക്കാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ട ഓട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ആകെ ചെയ്യുന്നത് കാരുണ്യ പ്രവൃത്തി എന്ന പേരിലുള്ള ഒരു സഹായം മാത്രമാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. എൻ്റെ ഇത്രയും നാളത്തെ ദൈവം എനിക്ക് ആയുസ്സ് തന്നു. ഇത്രയും നാളത്തെ ഓണത്തിനിടെ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓണം എന്നായിരുന്നു? അതിനകത്ത് നിനക്ക് ആരുടെയിലുമൊക്കെ വേദനയൊപ്പാൻ കഴിഞ്ഞോ? നീ ആരുടെയിലുമൊക്കെ കണ്ണീര് തുടയ്ക്കാൻ നിന്നോ? ആരുടെയൊക്കെ പ്രയാസത്തിലും പ്രതിസന്ധിയിൽ അവരുടെ കൂടെ നിന്നോ? അങ്ങനെയെങ്കിൽ ആ ദിവസം അതായിരിക്കും നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓണം. ഇന്നു മുതൽ വീണ്ടും അതുപോലെ എല്ലാ ദിവസവും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ കൂടെ നിൽക്കാനും ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനും കഴിയണം. ജാതിയും മതവും ഒക്കെ ഓരോ വിശ്വാസത്തിന് വേണ്ടിയുള്ളതാണ്. ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവാം. പക്ഷെ അത് പരസ്പര വിദ്വേഷത്തിനുള്ളതല്ല. അതുകൊണ്ട് ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ജാതി മതഭേദമന്യേ എല്ലാവരും ചേർന്ന് ആഘോഷിച്ച്, എല്ലാവരും ഒരുമിച്ച് നിന്ന് കണ്ണീരൊപ്പുന്നവനെ, കണ്ണീർ വേദനയിരിക്കുന്നവൻ്റെ അവൻ്റെ വേദനകൾ മാറ്റുവാനും, കണ്ണീരിൽ മുങ്ങി നിൽക്കുന്ന ഒരാളുടെ കണ്ണീരൊപ്പുവാനും, സഹായം ആവശ്യമുള്ളിടത്ത് സഹായം കൊടുക്കുവാനായിരിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ എല്ലാ ദിവസവും ഓണത്തിൻ്റെ നന്മയും പ്രത്യാശയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. താങ്ക് യു.